വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിച്ചാൽ 1 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. മതി, വളരുമാറാക്കിയത് ദൈവം. ഞങ്ങളുടെ പ്രിയ പിതാവേ, നല്ല തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. അല്പസമയം കൊണ്ട് ഞങ്ങൾ ദൈവസന്നിധി സമയങ്ങൾ വേർതിരിച്ചിരിക്കുമ്പോൾ കൃത്യമായി ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിക്കും. ഞങ്ങളുടെ നാമം ഇവിടെ മഹത്വമെടുക്കും. അന്തരീക്ഷം ശുദ്ധീകരിച്ച് തരണമേ, യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളർത്തുമാറാക്കി. നമ്മൾ ഇന്ന് രാത്രി എടുക്കുന്ന സബ്ജക്റ്റ് വളർത്തുമാറാക്കുന്ന ദൈവം. അപ്പൊല്ലോസ് നനയ്ക്കുമ്പോൾ പൗലോസ് നട്ടു. കൊരിന്ത്യ സഭയോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 3 ചിന്തയാണ്: നട്ടു, നനച്ചു, വളർത്തി. 3 ചിന്ത. ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്ന അനുഗ്രഹിക്കപ്പെട്ട 21 ലേഖനങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. അതിൽ കൊരിന്ത്യ ലേഖനം 1ഉം 2ഉം വളരെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനം. എല്ലാ ലേഖനവും നല്ലതാണ്, പക്ഷെ കൊരിന്ത്യ സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയായിരുന്നു. ആ സഭയിൽ വലിയ വെല്ലുവിളികളും പ്രതിസന്ധികളും പക്ഷവാദവും വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ പൗലോസ് എഴുതി കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട 2 ലേഖനങ്ങളാണ്. 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യ ലേഖനം. 3-ാമതൊരു ലേഖനവും കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ അത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, പരിശുദ്ധാത്മാവ് തന്നിട്ടുമില്ല. എന്നാൽ ഈ 2 ലേഖനങ്ങളും വളരെ വ്യത്യസ്തമായ ചിന്തകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ദൈവം വളർത്തുന്ന വിധങ്ങൾ, കൊരിന്ത്യ സഭയെ വളർത്തുന്ന വിധങ്ങളാണ് ഞാൻ ഇന്ന് പകൽ ധ്യാനിച്ചപ്പോൾ ആത്മാവ് എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചത്. ഈ കൊരിന്ത്യ സഭയെ എങ്ങനെയൊക്കെ ദൈവം വളർത്തി. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചാട്ട്, നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. 1, ദൈവം എങ്ങനെ വളർത്തിയെന്ന് ചോദിച്ചാൽ, ഒരു കൃപാവരത്തിനും കുറവില്ലാതെ ദൈവം ഈ സഭയെ വളർത്തി. 1 കൊരിന്ത്യർ 1:7 വാക്യം ഒന്ന് വായിച്ചാട്ട്. 1 കൊരിന്ത്യർ 1:7. ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി അപ്പൊ ഈ സഭയെ ദൈവം എങ്ങനെ വളർത്തി? ഒരു കൃപാവരത്തിന് കുറവില്ലാതെ വളർത്തി. സഭയുടെ ഏറ്റവും അഴകെന്ന് പറയുന്നത് കൃപാവരമാണ്. മനസ്സിലാവുന്നുണ്ട്? വെളിപ്പാട് കാണണം, ദർശനം കാണണം, പ്രവചിക്കണം. നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം ധാരാളം തന്നിട്ടുണ്ട് നമ്മുടെ സഭയ്ക്ക്. അവരെല്ലാം നല്ല ടാലൻ്റുള്ള കുഞ്ഞുങ്ങളാണ്. ദൈവം നമുക്ക് ആത്മാക്കളെയും തന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സഭ അതിൻ്റെ പൂർണ്ണതയിലും അഴകിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ സഭയിലെ വിശ്വാസികൾ കൃപാവരത്തിൽ നിറയുമ്പോഴാണ്. സ്തോത്രം. അനിപ്പാഷനെ മിനിൽപാഷനെ ചർച്ച ചെന്നാൽ അവിടുത്തെ കുഞ്ഞുങ്ങൾ പ്രവചിക്കും. അവിടുത്തെ ദൈവമക്കൾ നല്ല വിവേചനമുള്ള ദൈവമക്കളാണ്. അവിടുത്തെ ദൈവമക്കൾ നല്ല വചനത്തിൽ പരിജ്ഞാനമുള്ള ദൈവമക്കളാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ദൈവദാസന്മാരാകുന്ന ഞങ്ങൾക്ക് ഒരു സന്തോഷം. അല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ വിശ്വാസികളെല്ലാം ഒരു ചത്ത വിശ്വാസികളാണെന്ന് കേട്ടാൽ അത്ര വലിയ സന്തോഷം തോന്നുമോ? സ്തോത്രവും പറയത്തില്ല, ആമേനും പറയത്തില്ല, കയ്യും അടിക്കത്തില്ല, പ്രാർത്ഥിക്കത്തുമില്ല, മീറ്റിങ്ങിനും വരത്തില്ല, ഒരു പരുവത്തിൽ അങ്ങ് പോവുകയെന്ന് കേട്ട് കഴിഞ്ഞാൽ അത്ര സന്തോഷമാണോ? അല്ല. പക്ഷേ കൊരിന്ത്യ സഭയോടുള്ള ബന്ധത്തിൽ ഞാൻ ദൈവമക്കളോട് പറയാം, ആ സഭയെ ദൈവം വളർത്തിയത് ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായിട്ട്. സ്തോത്രം. എത്ര കൃപാവരം ഉണ്ട്? എത്ര കൃപാവരം ഉണ്ടെന്ന് പുതിയ നിയമസഭയ്ക്ക്? 7. പിന്നെ ഒരാൾ 7 പറഞ്ഞു. അടുത്തത് അറിയില്ല. കൃപാവരത്തെക്കുറിച്ച് അറിയാമോ? 12:1 വായിച്ചേ. 1 കൊരിന്ത്യർ 12:1. സഹോദരന്മാരെ ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തോണം ആ വാക്യം. സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് എഴുതി വെച്ചേക്കുക. അപ്പൊ ആത്മീയ വരങ്ങളെ കുറിച്ച് അറിയണ്ടേ? സ്തോത്രം. ഇനി ആ 14-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. 14-ാം അധ്യായം 1-ാം വാക്യം. ആത്മീയ വരങ്ങളും വിശേഷ പ്രവചനവരവും എന്ത് ചെയ്യണം? വാഞ്ചിക്കണം. വരങ്ങളെ അറിഞ്ഞാൽ മാത്രം പോരാ, ആ വരങ്ങൾ പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം, വാഞ്ചിക്കണം.
എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഒരു കൃപാവര ശുശ്രൂഷ ചെയ്യാൻ? സ്തോത്രം. എല്ലാ ഭക്തന്മാരും മാനിക്കപ്പെടുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്നറിയോ? നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതയൊന്നും അല്ല ശരിക്കും ഒരു മാന്യത. നിങ്ങളിൽ നല്ല കൃപാവരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മാനിക്കപ്പെടും. ഞാൻ ഒത്തിരി സഭകളിലൊക്കെ പോയി ശുശ്രൂഷിക്കുന്ന കാലഘട്ടമാണ് ഈ സമയങ്ങൾ, ഒത്തിരി ചർച്ചകൾ. സ്തോത്രം. ഇപ്പം നമ്മൾ ഈ കൃപാവരത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ലഭിക്കുന്ന മാന്യത ചെറുതല്ല. ദൈവഭക്തന്മാരെ നിങ്ങൾ എടുത്തു നോക്ക്. ഞാൻ 1-2 പേരെ എടുത്തു നോക്ക്. ദാവീദ് മാനിക്കപ്പെട്ടത് ഏത് ശുശ്രൂഷ കൊണ്ടാണ്? ഭൂതശാന്തി ശുശ്രൂഷ കൊണ്ടാണ്. ഭൂതങ്ങളെ പുറത്താക്കുന്ന ശുശ്രൂഷ ദാവീദിൻ്റെ ഏറ്റവും വലിയ മാന്യത ശരിക്കും, അല്ലേ? കിന്നരം എടുത്ത് വായിച്ച് ആരുടെ ഭൂതത്തെ പുറത്താക്കി? ശൗലിൻ്റെ ഭൂതത്തെ പുറത്താക്കി. അങ്ങനെ ഒരു കൃപാവരം ഉള്ളത് കൊണ്ടല്ലേ കൊട്ടാരത്തിൽ ജോലി കിട്ടിയേ? ആമേൻ. നിങ്ങൾക്ക് കൃപാവരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പൊസിഷനോട് കൂടി ജോലി കിട്ടും. ആമേൻ. ദാനിയേൽ മാനിക്കപ്പെട്ടത് ഏത് ശുശ്രൂഷ കൊണ്ടാ? ദാനിയേൽ മാനിക്കപ്പെട്ടത് ദർശനമൊക്കെ ഉണ്ട്, എന്നാലും ശരിക്കും മാനിക്കപ്പെട്ടത് അന്യഭാഷ വ്യാഖ്യാനിച്ചിട്ടല്ലേ? മെനേ മെനേ തെക്കേ ലൂഫർസി അന്യഭാഷയാ. എഴുതി വെച്ചേക്കോ, ദൈവം എഴുതിയതാ. നമ്മളാണെങ്കിൽ വായിച്ചു ഊപ്പാട് വന്നു പോയി. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? വായിച്ചു. യഹോവ നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടു. അന്യഭാഷയാ. ആ ഒറ്റ വ്യാഖ്യാനം അന്ന് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം രാജ്യത്തെ 2ാമനായി. മനസ്സിലാകുന്നുണ്ടോ? യോസഫ് മാനിക്കപ്പെട്ടത് ഏത് ശുശ്രൂഷയാ? അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസമാണോ? അല്ല, സ്വപ്നം വ്യാഖ്യാനിച്ചിട്ടാ. അപ്പം ദൈവമക്കളെ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കഴിവ് കൊണ്ടൊക്കെ ഒരു പരിമിതിയുണ്ട്. പക്ഷെ നിങ്ങളിൽ നല്ല കൃപാവരം ഉണ്ടോ, ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും. നല്ല കൃപാവരം ഉണ്ടോ, ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് തുടക്കത്തിലേ പറയുക, കൃപാവരത്തിന് വേണ്ടി വാഞ്ചിക്ക്, കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്. കൃപാവരം പകുത്തു തരുന്ന ഒരു ദൈവം ഇതിന്റെ നടുവിലുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ കൃപാവരങ്ങളാ നിറയ്ക്കട്ടെ. വിശ്വാസി കുടുംബങ്ങളെ കൃപാവരത്താ നിറയ്ക്കട്ടെ. അന്യഭാഷ വ്യാഖ്യാനിക്കുന്ന, പ്രവചിക്കുന്ന, വെളിപ്പാട് കാണുന്ന, ദർശനങ്ങൾ കാണുന്ന, ആമേൻ, ആത്മീയ കൃപാവരങ്ങളുള്ള ദൈവമക്കൾ. ഹല്ലേലൂയ. സ്വപ്നങ്ങളൊക്കെ കാണുന്നതിന് അർത്ഥങ്ങളുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ച് കിടന്നാൽ നിങ്ങൾ കാണുന്ന സ്വപ്നത്തിന് അർത്ഥമുണ്ട്. പ്രാർത്ഥിച്ച് കിടക്കണം. ദൈവം എന്നെ നല്ല സ്വപ്നം കാണിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കിടക്കണം. അപ്പം ദേശത്തെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചൊക്കെ ദൈവം സ്വപ്നങ്ങൾ തരും. സ്തോത്രം. IPC ബദൽ പത്തനംതിട്ട ദൈവസഭ, സഭയിലെ ദൈവമക്കൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായിരിക്കട്ടെ. കൃപാവരത്തിൽ നിങ്ങൾ വളരട്ടെ. കൃപാവരം പുതിയ നിയമസഭയിൽ 12 എണ്ണമാണ്. 12 എണ്ണമുണ്ട്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, 9-ാം വാക്യം, 10-ാം വാക്യം, 28-ാം വാക്യം, പിന്നെ 13-ാം അധ്യായം. ഇതെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ 12 കൃപാവരമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾക്ക് ഹോംവർക്കാണ്. നിങ്ങളത് കുറിച്ച് വെക്കണം. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? 1 കൊരിന്ത്യർ 12-ാം അധ്യായം 8-ാം വാക്യം, 9-ാം വാക്യം, 10-ാം വാക്യം, 28-ാം വാക്യം, പിന്നെ 13-ാം അധ്യായത്തിലെ സ്നേഹം, അതിശ്രേഷ്ഠപരമാണ് സ്നേഹം. അങ്ങനെ 12 കൃപാവരം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്ത നാളെ കഴിഞ്ഞ് വരുമ്പോൾ ഈ 12 കൃപാവരം എഴുതിക്കൊണ്ട് വരണം. ഞാൻ നിങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചറിനെ കൊണ്ട് കാണിക്കണം 12 കൃപാവരം. ഈ എഴുതിയാൽ പോരാ, 12 കൃപാവരം എഴുതിയിട്ട് കൈ വയ്ക്കണം, പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ ഈ 12 കൃപാവരത്താൽ നിറയ്ക്കണേ. മനസ്സിലാവുന്നുണ്ടോ? ദൈവം നിറച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മളിത് കൃപാവരങ്ങളെക്കുറിച്ച് പലപ്പോഴും ഞാൻ എടുത്തിട്ടുള്ളതാണതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. കൊരിന്ത്യ സഭ ദൈവം വളർത്തിയത് കൃപാവരത്തിൽ കുറവില്ലാത്ത സഭയായിട്ടാണ്. രണ്ടാമത് ആ സഭയെ ദൈവം എങ്ങനെ വളർത്തി? സ്തോത്രം. നല്ല സുവിശേഷത്തിൻ്റെ അടിസ്ഥാനമിട്ട് ആ സഭയെ വളർത്തിയത്. പൗലോസ് കൊരിന്ത്യർ സഭ സ്ഥാപിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 7-ാം വാക്യം വായിച്ച്, തീത്തോസ് കൈസരുടെ ഭവനത്തിൽ, യുത്തോസ് തീത്തോസിന്റെ ഭവനത്തിൽ വെച്ച് ബൈബിൾ ക്ലാസ് 1.5 വർഷം നടത്തിയിട്ടാണ് ആ സഭയെ വളർത്തിയെടുത്ത്. വായിച്ച്, അവൻ അവിടം വിട്ട് തീത്തോസ് ദുസ്തോസ് എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടില്, അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. പള്ളിപ്രമാണിയായ ക്രിസ്മസ്. ഇങ്ങോട്ട് നോക്കിക്കേ, എന്നെ ശ്രദ്ധിച്ച ദൈവമക്കൾ. കൊരിന്തിൽ പൗലോസ് സഭ തുടങ്ങി.
ധാരാളം ജനം അവിടെയുണ്ട്. മ്ലേച്ഛതയുടെ പട്ടണമാണ്, പാപത്തിൻ്റെ പട്ടണമാണ്, സമ്പന്ന പട്ടണമാണ്. ആമേൻ. എന്നാൽ ഈ പട്ടണത്തിൽ പൗലോസ് കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ ഒത്തിരി എതിർപ്പുകൾ നേരിട്ടെങ്കിലും ദൈവം രാത്രി ഇടപെട്ടിട്ട് പൗലോസിനോട് പറഞ്ഞു, പൗലോസ് ധൈര്യപ്പെട്ടിരിക്കുക, ഈ പട്ടണത്തിൽ എനിക്ക് എന്തുണ്ട്, ധാരാളം ജനമുണ്ട്. അങ്ങനെ ഒരു അരുളപ്പാട് ദൈവം ഇടപെട്ടു. അങ്ങനെ അവിടെ വേല തുടങ്ങി. പക്ഷേ എതിർപ്പ് ഭയങ്കരമാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, അവിടെ തീത്തോസ് യുസ്തോസ് എന്ന് പറയുന്ന ഒരു ഭക്തൻ, ദൈവഭക്തൻ, അദ്ദേഹത്തിൻ്റെ വീട് പള്ളിയോട് ചേർന്ന് കിടക്കുന്ന വീടാണ്. പൗലോസ് അവിടെ പ്രസംഗിച്ചപ്പോൾ പള്ളിയിൽ നിന്ന് പുറത്താക്കി. ഇങ്ങോട്ട് നോക്കിക്കേ, പള്ളിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ഈ ദൈവഭക്തൻ്റെ വീട്ടിൽ അദ്ദേഹം ഒരു ക്ലാസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. 1.5 വർഷത്തെ ബൈബിൾ ക്ലാസ്. ആ 1.5 വർഷത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഈ പള്ളിയിൽ നിന്ന് പുറത്താക്കിയില്ലേ, ആ പള്ളിപ്രമാണി എന്ത് ചെയ്യുന്നറിയോ, അവസാനം എവിടെ കയറി, പൗലോസിൻ്റെ ബൈബിൾ ക്ലാസ്സിൽ കയറി. അങ്ങനെ ക്രിസ്പോസും ആ പള്ളിപ്രമാണിയായ ക്രിസ്പോസും വിടുവിക്കപ്പെട്ടു. അപ്പം പള്ളിപ്രമാണി സഹിതം പൗലോസിൻ്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്ന് കൊരിന്തിൽ അനുഗ്രഹിക്കപ്പെട്ട സഭ സ്ഥാപിച്ചു. അപ്പം നന്നായിട്ട് ബൈബിൾ ക്ലാസ് ഇട്ട് പഠിപ്പിച്ചിട്ടാണ് കൊരിന്തിയ സഭയെ ദൈവം വളർത്തിയത്. നമ്മുടെ ചർച്ച് വളരേണ്ടത് എങ്ങനെയാണെന്നറിയാവോ, നല്ല ക്ലാസ്, ബൈബിൾ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് വചനത്തിൽ തികവോടെ ദൈവമക്കൾ വളരണം. സ്തോത്രം. വചനത്തിൽ തികവുള്ള ദൈവമക്കളായി വളരുക. അങ്ങനെയാ കൊരിന്തിയിൽ സഭ വളർത്തിയത്. ഇനി 3, കൊരിന്തിൽ എങ്ങനെയാ ദൈവസഭ വളർത്തിയത്? 3 നിങ്ങൾക്ക് 2 കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിക്കാവോ? 2 കൊരിന്ത്യർ 7-ാം അധ്യായം 10-ാം വാക്യം. ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്, മാനസാന്തരം രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖം മരണത്തെ ഉളവാക്കുന്നു. എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ് നിങ്ങൾ ജനിപ്പിച്ചു. വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട കുറേ ഗുണം അവിടെ എഴുതി വെച്ചേക്കുക. 1 കൊരിന്ത്യ ലേഖനമേ പൗലോസ് നന്നായിട്ട് വഴക്ക് പറഞ്ഞിട്ടാ എന്ത് ചെയ്തത്, 1 കൊരിന്ത്യ ലേഖനം എഴുതിയത്. വിശ്വാസികളെ പ്രത്യേകം പൗലോസ് പറഞ്ഞു, ഞാൻ വടിയും കൊണ്ട് വരണോ അതോ സൗമ്യതയുടെ ആത്മാവിൽ വരണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതി ശരിക്കും വഴക്ക് പറഞ്ഞ് എഴുതി. അവരുടെ ജീവിതത്തിൽ കുറവും ബലഹീനതയും വന്നപ്പോൾ 1 കൊരിന്ത്യ ലേഖനം, അവരുടെ പിണക്കമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എഴുതിയ ലേഖനം 1 കൊരിന്ത്യ ലേഖനം. പക്ഷേ ഈ ലേഖനം വായിച്ചിട്ട് അവരങ്ങ് മാനസാന്തരപ്പെട്ടു. ദുഃഖം ഉണ്ടായി, അവർക്ക് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം ഉണ്ടായി. ഈ 1-ാമത്തെ ലേഖനം വായിച്ചിട്ട് ആ ദുഃഖം നിമിത്തം അവർക്ക് എരിവുണ്ടായി, ഒന്ന് നന്നാകാനുള്ള എരിവ്. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ തീഷ്ണത, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാം. അങ്ങനെ 8 കൂട്ടം കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം 1 കൊരിന്ത്യ ലേഖനം വായിച്ച് ഉണ്ടായ ദുഃഖ നിമിത്തം അവർക്കുണ്ടായ വാഞ്ചയാണ് അവിടെ എഴുതി വയ്ക്കുന്നത്. അപ്പം ഞാൻ അതിനെ എങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതെന്നറിയോ? ശ്രദ്ധിച്ച്, ദൈവം ഈ സഭ എങ്ങനെ വളർത്തിയെന്നറിയോ? 3-ാമത്തെ ചിന്തയായിട്ട് നിങ്ങൾ കുറിച്ച് വെച്ചോ. ശാസിക്കേണ്ടതിനെ ശാസിച്ചും, തിരുത്തേണ്ടതിനെ തിരുത്തിയും, അടി കൊടുക്കേണ്ടതിനെ അടി കൊടുത്തിയും, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ദൈവം ആ സഭയെ വളർത്തി. നിങ്ങൾക്ക് അതിനോട് ചേർന്നൊരു വാക്യം ഞാൻ പറയാം. ആമേൻ. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 5-ാം വാക്യം വായിച്ച് എങ്ങനെ സഭയെ വളർത്തണമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ആവർത്തന 8-ന്റെ 5-ാം വാക്യം. ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ച് എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചോണെന്ന്. അപ്പൊ സഭയെ ദൈവം എങ്ങനെ വളർത്തുന്നറിയോ? ഒരു അപ്പൻ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിച്ചും, ശാസിക്കേണ്ടടുത്ത് ശാസിച്ചും, അടിക്കേണ്ടടുത്ത് അടിയും കൊടുത്താണ് വളർത്തിയത്. അപ്പൊ കൊരിന്ത്യ സഭയും ദൈവം അങ്ങനെ തന്നെയാണ് വളർത്തിയത്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അവർക്കുണ്ടായി. പക്ഷേ അത് മാനസാന്തരത്തിന് കാരണമായി, മടങ്ങി വരവിന് കാരണമായി, എരിവിന് കാരണമായി. ദൈവാത്മാവ് സഭയോട് പറയുന്നു, നിങ്ങളെ ശാസിക്കുമ്പോൾ മുഷിയരുത് കേട്ടോ. ആമേ. നിങ്ങളെ അടിക്കുമ്പോൾ വേദന വന്നെങ്കിലും അത് നന്മയ്ക്കാണെന്ന് തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയ. അങ്ങനെയാ നമ്മൾ വളരണ്ടേ. അല്ലാതെ അടി കിട്ടുമ്പോൾ അയ്യോ പാസ്റ്റർ എന്നെ അടിച്ചു, പാസ്റ്റർ എന്നെ വഴക്ക് പറഞ്ഞു, പാസ്റ്റർ എന്നെ കണ്ണുരുട്ടി കാണിച്ചു, അങ്ങനെ കംപ്ലൈൻ്റ് അല്ല വരേണ്ടത്. മറിച്ച്
എൻ്റെ ദൈവദാസൻ എന്നെ വഴക്ക് പറയുന്നത് എനിക്ക് ദുഃഖം ഉണ്ടായാലും അതെൻ്റെ നന്മയ്ക്ക, എൻ്റെ നിത്യതയ്ക്ക, ഇത് ദൈവഹിതപ്രകാരമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. സ്തോത്രം. ഇനി 4, കൊരിന്ത്യ സഭയെ ദൈവം എങ്ങനെ വളർത്തി? സ്തോത്രം. വായിച്ച നിങ്ങൾ 2 കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന് കൊടുത്ത് ശീലിച്ച് വളർന്ന ചർച്ചാണ് ഏത്? കൊരിന്ത്യ സഭ. 8-ാം അധ്യായം 9-ാം അധ്യായം നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്കൊരു ഹോംവർക്കായിട്ട് ഞാൻ പറയാം. അതിൻ്റെ ഉള്ളിൽ 5 വട്ടം മനസ്സൊരുക്കം എന്നൊരു പദമുണ്ട്. മനസ്സൊരുക്കം. ആ മനസ്സൊരുക്കം എന്തിനാണെന്നറിയാവോ? കർത്താവിൻ്റെ ദാസന്മാർക്ക് വേണ്ടി കൊടുക്കാനുള്ള മനസ്സൊരുക്കം, ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാനുള്ളൊരു മനസ്സൊരുക്കം, വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരം. അതിന് കീഴാണ്ട് മുതൽ എന്ന് പറഞ്ഞ തലേ വർഷം തൊട്ട് അവർ ഒരുങ്ങിയിരിക്കുക കൊടുക്കാൻ. സ്തോത്രം. മക്കദോനിയ സഭയ്ക്കുള്ള ദൈവകൃപ എന്താ? കഷ്ടത എന്ന കഠിന ശോധനയിൽ അവരായിരുന്നിട്ടും അവർ ധാരാളം കൊടുക്കാൻ മനസ്സുള്ളവരായിരുന്നു. അപ്പോൾ ആ സഭ വളരുന്നതിൻ്റെ പിന്നിലെ കാരണം കൊടുത്തു വളർന്ന ചർച്ചാണ് കൊരിന്ത്യ സഭ. നിങ്ങൾ ഈ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുത്താൽ നിങ്ങൾക്ക് കുറഞ്ഞു പോവുമോ അതോ കൂടുമോ? കൂടും അല്ലേ? സ്തോത്രം. നിങ്ങൾ പിടിച്ചു വെക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് കുറവേ വരത്തുള്ളൂ. പക്ഷെ കൊടുക്കും തോറും നിറച്ചു തരുന്നവനാ ദൈവം. ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കണം, ദൈവരാജ്യത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കണം, ദൈവമഹത്വത്തിനായിട്ട് കൊടുക്കണം. കൊടുക്കുന്നവരെ മാനിക്കുന്നവനാണ് ദൈവം. അപ്പം കൊരിന്ത്യ സഭയെ ദൈവം കൊടുത്തു വളർത്തി പഠിപ്പിച്ച സഭയാണ്. സ്തോത്രം. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത ദൈവമക്കൾ. തീർന്നില്ല. ദൈവം പിന്നെ ഈ സഭയെ എങ്ങനെ വളർത്തിയെന്നറിയോ? ദൈവം തൻ്റെ അഭിഷക്തന്മാരിലൂടെയാണ് ഈ സഭയെ വളർത്തുന്നത്. എല്ലാ ശക്തന്മാരായ ശുശ്രൂഷകന്മാരും ഈ സഭയിലുണ്ട്. ഏതൊക്കെ വിശ്വാസികളുണ്ട്, ഏതൊക്കെ പാസ്റ്റർമാർ ആ ചർച്ചിലുണ്ടെന്നറിയാവോ? 1-ാം അധ്യായം 11-ാം വാക്യം വായിച്ചു നോക്കിക്കേ. ആ കൊരിന്ത്യ സഭയിലെ പാസ്റ്റേഴ്സിൻ്റെ കണക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ മാറി മാറി വന്ന പാസ്റ്റർമാരുടെ കണക്ക് 1 കൊരിന്ത്യർ 1-ന്റെ-11-ാം വാക്യം. നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ. അപ്പൊ ആ സഭയെ നട്ടതാരാ? അപ്പം ആ സഭയുടെ ആദ്യത്തെ പാർഷ പൗലോസ് പാർഷ. നല്ല ശക്തൻ. പൗലോസ് ആരാ? നല്ല തികവും നിറവും ഉള്ള നല്ല ഒരു അഭിഷക്തനാണ് പൗലോസ്. ആമേൻ. അപ്പൊ ആദ്യത്തെ പാർഷ പൗലോസാണ്. തുടക്കം പൗലോസാണ്. പിന്നെ ഉണ്ടോ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ എന്ന് പറഞ്ഞാൽ 2-ാമത്തെ അവിടുത്തെ പാർഷ ആരാ? അപ്പൊല്ലോസ്. വാഗ്മിയ 18-ാം അധ്യായം നിങ്ങൾ പഠിച്ചാൽ മതി. 7 ഗുണമുള്ള ആൾ. ഞാൻ അപ്പൊല്ലോസിനെ കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് എടുത്തതാ. 7 ഗുണം. എരിവുള്ള, വാഗ്മിയായ, തിരുവഴുത്തുകളിൽ സാമർഥ്യമുള്ള, അനുഗ്രഹിക്കപ്പെട്ട ആളാണ് ആര്? അപ്പൊല്ലോസ്. ബാക്കിയുള്ളവർക്കൊന്നും ഇത്രയും പ്രസംഗമില്ല. പക്ഷെ അപ്പൊല്ലോസിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, 1 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. നല്ല വാക്സാമർത്ഥ്യത്തോടെ നന്നായി പ്രസംഗിക്കാൻ കഴിവുള്ള ആളാണ്. അപ്പം 2-ാമത്തെ പാർഷ് അപ്പൊല്ലോസാണ് അവിടുത്തെ. 3-ാമത്തെ പാർഷ് ആരാ? കേഫ എന്ന് പറഞ്ഞ ആരാ? കേഫാവ് ആരാ? പത്രോസ് അല്ലേ? കേഫാവിൻ്റെ പേര് പത്രോസാണ്. അപ്പൊ 3-ാമത്തെ പാർഷ് പത്രോസാണ്. അപ്പസ്തോലന്മാരിൽ ശ്രേഷ്ഠ അപ്പസ്തോലൻ. ഈ ഇങ്ങനെയുള്ള അഭിഷക്തന്മാർ ആ കൊരിന്ത്യ സഭയിലുണ്ടായിരുന്നു. ഹല്ലേലൂയാ. അപ്പൊ അങ്ങനെ ദൈവദാസന്മാരെ കൊടുത്താണ് ദൈവം ആ സഭയെ വളർത്തിയത്. നമ്മുടെ ചർച്ചിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്നറിയോ? നമുക്ക് എത്ര നല്ല ദൈവദാസന്മാരെ ദൈവം തന്നത്. നമുക്ക് ദൈവദാസന്മാരെ തന്നതിനൊന്ന് സ്വോത്രം ചെയ്ത് ദൈവമൊക്കെ. ഇവിടെ വളരാൻ ഇതുപോലെ ചാൻസ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അല്ലേ? ഉണ്ടോ? നമ്മൾ പല ചർച്ചിൽ ചെല്ലുമ്പോൾ അവിടെ ദൈവദാസന്മാരില്ലെന്നുള്ളതാണ്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, പക്ഷേ വചനം പറയുന്ന ഒരു ഭാഷ ഞങ്ങൾക്ക് ഇല്ലയെന്ന് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചിലെ ഒരു വിശ്വാസി വളരെ സങ്കടത്തോടെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇവിടെ വചനം കേട്ടൊരു പരുവായോ എന്നാണ് നമുക്ക് സംശയം. വചനം കൂടിപ്പോയാലും പ്രശ്നമാണ് അല്ലേ? ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് അങ്ങനെയല്ലേ? എല്ലാ ദിവസവും മന്നയാണ്. ആദ്യം കഴിച്ചപ്പം എന്തോ ടേസ്റ്റാ, പിന്നെ കഴിച്ചപ്പം എണ്ണ കൂട്ടിയ, ആദ്യം നല്ല തേൻ കൂട്ടിയനാ,
പിന്നെ എണ്ണയായി. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അവർ പറയാ, ഓ ഈ നിസ്സാരന്മാരുടെ ആഹാരം, വചനം കേട്ട് മടുത്തു. അനിപാർഷ പ്രസംഗിക്കുന്നു, വിനിപാർഷ പ്രസംഗിക്കുന്നു, ഞങ്ങൾ ആരും ഈ രായിച്ചാൻ പ്രസംഗിക്കുന്നു. ഇത് പോരാതെ നമ്മുടെ റോയും പാർഷമുണ്ട്, റിനു പാർഷമുണ്ട്, നമ്മുടെ ചർച്ചിന് ഇഷ്ടം പോലെ പാസ്റ്റേഴ്സാണ്. ഇന്ന് ഒരു പകലൊരു പാർഷ പറഞ്ഞ് നിങ്ങളുടെ ചർച്ചിൽ നമ്മൾ ചേരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ പാർഷന്മാരും കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തോ ചെയ്യും? സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ നമ്മുടെ അപ്പച്ചനും ഉണ്ടായിരുന്നു അല്ലേ? അപ്പം പാർഷന്മാർ ഇഷ്ടം പോലെ കൃപയാ നമുക്ക് തന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഗിരീഷ് പാസ്റ്റർ, അങ്ങനെ 10 പാർഷന്മാരുടെ കണക്ക് അനിപാർഷ ഇടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇടയ്ക്ക് പറയാം 10 പാർഷന്മാർ നമ്മുടെ ചർച്ചിനുണ്ടെന്നത്. അപ്പം ഞാൻ ദൈവമക്കൾ പറയാം, നമുക്ക് കൊരിന്ത്യ സഭയിൽ തന്നെ 3 പാസ്റ്റേഴ്സിൻ്റെ പേര് അവിടെ എഴുതി വെച്ചേക്കുക. അപ്പോൾ ആ സഭ അങ്ങനെ ഉള്ളതുകൊണ്ട് ആ കൃപാവരത്തിൽ കുറവില്ലാതായി വളർന്നത്. അപ്പോൾ ആ ദൈവം അങ്ങനെ നല്ല ദൈവദാസന്മാരെ കൊടുത്തിട്ട് ആ സഭയെ വളർത്തിയേ. സ്തോത്രം. അപ്പം നമ്മളെ വളർത്തുന്ന ഒരു ദൈവമുണ്ട്. അപ്പം നിങ്ങൾ പറഞ്ഞ ഇപ്പം ഞാൻ എത്രയൊക്കെ പോയിന്റ് പറഞ്ഞു, എങ്ങനെയൊക്കെയാണ് വളർത്തിയത്? 1, ഒരു കൃപാവരത്തിന് കുറവില്ലാതെ വളർത്തി. 2, നല്ല സുവിശേഷത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ബൈബിൾ ക്ലാസ് പകർന്നു അല്ലേ? അങ്ങനെ വചന പറഞ്ഞ് കൊടുത്ത് ആ സഭയെ വളർത്തി. പിന്നെ എങ്ങനെ വളർത്തി? നന്നായിട്ട് ശാസിച്ചും ശിക്ഷിച്ചും വളർത്തി. പിന്നെ കൊടുത്ത് ശീലിപ്പിച്ച് വളർത്തി. പിന്നെ എങ്ങനെ വളർത്തി? അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തന്മാർ, നമ്മൾ അറിയപ്പെടുന്ന ബൈബിൾ വീക്ഷണത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തന്മാരെ കൊടുത്ത് ഈ സഭയെ ദൈവം വളർത്തി. സ്തോത്രം. ഇനി എങ്ങനെ വളർത്തിയെന്ന് അറിയാമോ? 3-ാം അധ്യായത്തിൽ ദൈവം വളർത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. നമ്മുടെ പ്രസംഗ സബ്ജക്റ്റ് ഏതാ? ഞാൻ നട്ടു, അപ്പൊസ്തലൻമാർ നനച്ചു, ദൈവം അത്രേ വളർത്തുമാറാക്കി. ദൈവം എങ്ങനെ വളർത്തുന്നതെന്നും കൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. 8-ാം വാക്യം തൊട്ട് വായിക്കേ. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. അപ്പം ദൈവം എങ്ങനെ വളർത്തുകയെന്നറിയാമോ? ഒരു കൃഷി വളർത്തുന്നത് പോലെ, ഒരു കർഷകൻ ഒരു കൃഷി വളർത്തുന്നത് പോലെ ദൈവസഭയെ വളർത്തുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അനിപാർഷിൻ്റെ വീടിൻ്റെ അവിടെ എൻ്റെ വണ്ടിയുടെ കുറച്ച് പരിപാടിക്ക് വേണ്ടി അവിടെ നിന്നു. അപ്പോൾ അനിപാർഷ് കുറച്ച് 50 ഇത് നട്ടിട്ടുണ്ട്. ഇതാ കപ്പ. സ്തോത്രം. ശരീരത്തിന് എക്സസൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും 50 കപ്പക്കൂടമൊക്കെ വെച്ച് കപ്പ നട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സൈഡിൽ നിന്ന് നോക്കി എങ്ങനെയുണ്ടെന്ന്, വളർച്ചയൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ. അപ്പോൾ ഇപ്പോൾ ഒരു കർഷകനും കൂടിയാണ് ആര്? കർഷകശ്രീ അവാർഡ് ചിലപ്പം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം പയർ വിത്തും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് സൈഡിൽ കൂടെ പാകുന്നുണ്ട്. ആരോ എനിക്കൊന്ന് പപ്പ തല കൈവച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ചെറുതായിട്ട് അങ്ങനെ ഒരു ശുശ്രൂഷ കൂടെ ഈ വർഷം 2026 കയറിയപ്പോൾ അനിപാർഷയ്ക്ക് പോയിട്ടുണ്ടല്ലേ, കിട്ടിയിട്ടുണ്ട്. അപ്പം പ്രഭാതത്തിൽ എഴുന്നേറ്റ് നനയ്ക്കുന്നു. പണ്ട് ഒരു പണി എടുക്കാത്ത ആളായിരുന്നു, ഇപ്പം പറന്നു നിന്നാണ് പണിയെടുക്കുന്നത്. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ദൈവം ഒരു കർഷകൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ചെറുതല്ല അല്ലേ? ഒരു കൃഷി ഫലമാകുന്നേടം വരെ ഞാൻ എൻ്റെ പപ്പേനെ എപ്പോഴും ഞാൻ ചിന്തിക്കും, 1 മിനിറ്റ് പപ്പ വെറുതെ ഇരിക്കാറുണ്ട്. പയർ കൃഷി, പാവൽ കൃഷി, അങ്ങനെ. അപ്പം ഞാൻ പപ്പനോട് പലപ്പോഴും ഞാൻ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്, പപ്പ ഇത് എന്തിനാ ഇതെല്ലാം കൂടെ വെച്ച് പിടിപ്പിക്കുന്നത്? കാരണം ഈ പന്നിയുടെ ശല്യം എന്തെങ്കിലും ഒന്ന് ആക്കിക്കഴിഞ്ഞാൽ, പപ്പ ചേനക്കൃഷി നടത്തിയപ്പോൾ അത് മുഴുവൻ പന്നി കൊണ്ട് നശിപ്പിച്ചു. അത് കഴിഞ്ഞ് പപ്പ ഇഞ്ചി കൃഷി, അത് മുഴുവൻ പഴുത്തുപോയി. അത് കഴിഞ്ഞിട്ട് ചേന, കാച്ചിൽ, എന്തൊക്കെയുണ്ടോ, കപ്പയുണ്ടോ എല്ലാം നടും. പക്ഷെ അവസാനം എത്തുമ്പോഴേക്കും പന്നി കയറി നിരങ്ങി ഇതെല്ലാം നശിപ്പിക്കും. അപ്പം ഭയങ്കര ഭാരമാണ്. സങ്കടത്തോടെ വന്ന് ആ ഫ്രണ്ടിൽ വന്നിരിക്കും രാവിലെ എണീറ്റ് സങ്കടം. അപ്പം ഞാൻ മുഴുവൻ പന്നി കൊണ്ട് പോയി കളഞ്ഞു. വാഴയൊക്കെ നട്ടത് മുഴുവൻ നശിപ്പിച്ച് കളയും. അപ്പോൾ ആ കർഷകൻ്റെ ഒരു ഹൃദയം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പം ഞാൻ പപ്പയോട് പറയും, സാരമില്ല എന്ന് പറയും. ഇനി ഈ കുറച്ച് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, ഈ 12.5 സെൻറ്റ് സ്ഥലത്തിനുള്ളിൽ ഇനി എന്തോ വെക്കാനാണ്, ഇത് വേണ്ട എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയാലും പിന്നെ നോക്കുമ്പോൾ തൂമ്പ എടുത്തിറങ്ങി അടുത്ത കൃഷിക്കായിട്ട് ഇറങ്ങും. മനസ്സിലാകുന്നു? അതൊരു കർഷകൻ്റെ മനസ്സാണ്. നഷ്ടം എത്ര വേണ്ടെന്ന് വെച്ചാലും എന്ത് ചെയ്യും? പിന്നെയും പണിയണം എന്നുള്ളൊരു ആഗ്രഹം, അതെങ്ങനെയെങ്കിലും ഒരു ഫലം കാണണമെന്നുള്ള ആഗ്രഹം, എന്തെങ്കിലും ഒരു പുഴുക്കത്തുണ്ടെങ്കിൽ അതിന് മരുന്ന് മേടിച്ച് അതിന് കൊണ്ട് അടിക്കുന്ന ഒരു കർഷകൻ്റെ മനസ്സ്. നമ്മുടെ കർത്താവ് എങ്ങനെയാണ് നമ്മളെ വളർത്തുന്നതെന്നറിയോ? ഒരു മുന്തിരി തോട്ടത്തിൽ ഇല്ലേ? യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിൽ ആ കർഷകൻ്റെ ഹൃദയം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വേലി കെട്ടി കല്ല് പറക്കിക്കളഞ്ഞ് ഗോപുരം വെച്ച്
തോട്ടം നല്ല ഭാഗപ്പെടുത്തി ഒരു മുന്തിരി കൊണ്ട നട്ടു. സ്തോത്രം. ആ കർഷകന്റെ ആഗ്രഹം എന്താ? ദൈവം എന്ന കർഷകന്റെ ആഗ്രഹം എന്താ? നല്ല മുന്തിരി കായ്ക്കണമെന്നാ. നമ്മളെ കൃഷിയായിട്ടാണ് ദൈവം കണ്ടേക്കുന്നത്. നല്ല മുന്തിരി കായ്ക്കുന്ന കൃഷി. ആമേൻ. ആ ഒരു അനുഭവമാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ അവസാനം ദൈവം നോക്കുന്ന ഫലം നിങ്ങൾ കണ്ടില്ലെങ്കിൽ, കാട്ടുമുന്തിരിങ്ങയാണെങ്കിൽ ആ കർഷകൻ എത്ര നിരാശയുണ്ടാകും. ദൈവം ഓരോ ദിവസം നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് തന്നിട്ടില്ലേ, വളമിട്ട് തന്നിട്ടില്ലേ? നിങ്ങളെ എത്രമാത്രം പരിപാലിച്ചോണ്ട് ദിനം തോറും ദൈവം നിങ്ങളെ വളർത്തുന്നത്. ഹല്ലേലൂയ. ദൈവം വളർത്തുന്നത് ഭംഗിയായിട്ടാ. പക്ഷെ ഫലം കാണുന്നില്ലെങ്കിൽ ചിലപ്പോൾ യോഹന്നാൻ 15-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ചെത്താൻ സാധ്യതയുണ്ട്, വെട്ടിക്കളയാൻ സാധ്യതയുണ്ട്, ഫലം കായ്ക്കാൻ. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്, ഒരു കർഷകന് ഹൃദയമുള്ള ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു കൃഷി വളരുന്നത് പോലെ നല്ല ഫലമുള്ള അനുഭവം നിങ്ങളിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. 2, എങ്ങനെ വളർത്തുന്നത് വെച്ചാൽ ഒരു ഗ്രഹനിർമ്മാണം, ഒരു ബിൽഡർ ആണ്. സ്തോത്രം. അതിന് നല്ല അടിസ്ഥാനമിട്ട്, ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട്, ക്രിസ്തു മൂലക്കല്ലായി, അപ്പസ്തോലന്മാർ അടിസ്ഥാനക്കല്ലായി, അവരോട് ചേർന്ന് വരുന്ന ജീവനുള്ള കല്ലുകളാക്കി നമ്മളെയും ചേർത്ത് ഒരു ഗോപുരമാക്കി ദൈവം നമ്മളെ പണിതുകൊണ്ടിരിക്കുക. ഒരു കെട്ടിടമാക്കി ദൈവം നമ്മളെ പണിതുകൊണ്ടിരിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ ഗ്രഹനിർമ്മാണമാണ് ദൈവം. അങ്ങനെയാ ദൈവം നമ്മളെ വളർത്തുന്നത്. തിരിച്ചറിഞ്ഞവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. സ്തോത്രം. നിങ്ങൾ വളരുന്നുണ്ടോ? 4 ചിന്ത പറയാം വളരാനായിട്ട്. അതും കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. 1, നമ്മൾ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ നിർത്തി അങ്ങ് പോകാത്തെ. പെട്ടെന്ന് പറയാം, ശ്രദ്ധിച്ചാട്ടെ. എങ്ങനെ വളരണം? നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന രീതി വളരണ്ടേ? എങ്ങനെ വളരണം? എഫെസ്യ ലേഖനം 4-ാം അധ്യായം 15-16 വാക്യം ഒന്ന് വായിച്ചാട്ടെ. എങ്ങനെ വളരണം? എഫെസ്യർ 4:15-16. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് സകലത്തിലും വളരുവാനിടയാകുക. നോക്കിക്കേ, എത്ര വളരണം? സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരുക. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ അത്രയും വളരണമെന്ന ദൈവത്തിൻ്റെ ആഗ്രഹം. യേശു എത്രമാത്രം വളർന്നിട്ടുണ്ട് അത്രയും വളരണമെന്ന ദൈവത്തിൻ്റെ ആഗ്രഹം. മനസ്സിലായോ? ഓക്കെ. ഇനി അതിന് സത്യം സംസാരിക്കണം, കള്ളം പറയാതെ സത്യം സംസാരിച്ച് വളരാൻ പഠിക്കുക. ക്രിസ്തു എന്ന തലയോളം. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം ഒന്ന് വായിച്ചേ. 2 പത്രോസ് 3:18. 16-ാം വാക്യം തൊട്ട് വായിച്ചു. നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസ്സാക്ഷി ഉള്ളവരായിരിക്കും. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് വളരുന്ന ആ വിഷയം മാത്രം ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 3 അല്ല 2 പത്രോസ് 3-ാം അധ്യായം 16-ാം വാക്യം. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ടല്ലോ. അത് എത്ര വാക്യം? 18-ാം വാക്യം അല്ലേ? കണ്ടോ? കൃപയിലും പരിജ്ഞാനത്തിലും വളരുവീൻ. ദൈവമക്കൾ അതിനായിട്ടൊന്ന് സ്തോത്രം ചെയ്തേ. ഒന്ന് കൃപയിലൊന്ന് വളരുവാൻ, പരിജ്ഞാനത്തിലൊന്ന് വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ക്രിസ്തു എന്ന തലയോളം വളരേണ്ടത് അത് കൃപയിലായിരിക്കണം, അത് പരിജ്ഞാനത്തിലായിരിക്കണം വളരേണ്ടത്. പിന്നെ 1 കൊരിന്ത്യർ 1 പത്രോസ് 2:1 വാക്യം. നിങ്ങൾക്ക് അറിയാവുന്ന വാക്യം ഒന്ന് കാണാതെ അങ്ങ് പറഞ്ഞേ. സ്തോത്രം. സകല വ്യാജ ദുഷ്ടതയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് എന്ത് ചെയ്യണം? വളരണം. അല്ലേ? വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് നിങ്ങൾ വളരണം. ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. കൊലോസ്യർ 1:10. ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക. സൽപ്രവൃത്തിയിൽ വളരുക.
ഇനി 3 ഉദാഹരണം പറഞ്ഞ് പ്രാർത്ഥിക്കാം. ശമൂവേലിന്റെ വളർച്ചയെക്കുറിച്ച് ഒന്ന് ശമൂവേൽ പറയുന്നുണ്ട്. ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി ശമൂവേൽ വളർന്നു. ഒരു സൈഡിൽ ഏലിയുടെ മക്കൾ ആമേൻ മ്ലേച്ഛത പ്രവർത്തിക്കുമ്പോൾ, ആരാധന അലക്ഷ്യമാക്കുമ്പോൾ, ഒരു ഭക്തൻ ദൈവത്തിനും മനുഷ്യനും പ്രീതിയുള്ളവനായി വളർന്നു. ആമേൻ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 2-ാം അധ്യായത്തിലും, 1-ാം അധ്യായത്തിൽ സ്നാപയോഹന്നാന്റെ വളർച്ച, 2-ാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ വളർച്ച, ഇതൊക്കെ ഭക്തന്മാരുടെ വളർച്ചയാണ്. IPC ബഥേൽ പത്തനംതിട്ട സഭയിലെ ദൈവമക്കളെ, നമുക്കും വളരാം, സത്യം സംസാരിച്ച് വളരാം, കൃപയിൽ വളരാം, പരിജ്ഞാനത്തിൽ വളരാം, സൽപ്രവൃത്തിയിൽ വളരാം, ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവരായി വളരാം.